ആ തടസ്സങ്ങളെല്ലാം മാറ്റുകയാണ്. അവന്റെ ആ എല്ലാ വഴിയൊരുക്കലാണ്. പിന്നെ അതാ ദൈവത്തിന്റെ ഗംഭീരത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ ഈ വാക്യങ്ങൾ നമ്മളൊന്ന് വളരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത്. ഇവിടെ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളെന്നറിയാമോ? ഒന്ന്, മരിച്ചുപോയ ആൾക്കാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മരിച്ചുപോയ ആൾക്കാർ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ശേഷം ജീവിച്ചിരിക്കുന്ന തലമുറ, അത് കർത്താവിന്റെ വരവിന്റെ സമയത്ത് ജീവിച്ചിരിക്കുന്ന തലമുറ, ആ തലമുറയിലുള്ളവർ പ്രത്യാശയോടെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. അവർ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. അപ്പോൾ അവർ എടുക്കപ്പെടും. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടു കൂട്ടരും തന്റെ വിശുദ്ധ മണവാട്ടിയാണ്. മരിച്ചുപോയവരായിക്കൊള്ളട്ടെ, പ്രത്യാശയോടെ ജീവനോടെ ഇരിക്കുന്നവരായിക്കൊള്ളട്ടെ, അവരുടെ കാര്യം എന്ന് പറയുമ്പോൾ അത് സഭയാണ്. അപ്പൊ സഭ അവിടെ എടുക്കപ്പെടും. എന്നാൽ ഇവിടെ ആ വാക്യങ്ങൾ മുഴുവൻ ഈ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ജാതികളുടെ ന്യായവിധിയെ പറ്റിയോ 1000 ആണ്ട് വാഴ്ചയെ പറ്റിയോ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. ഇത് വാസ്തവമായി കർത്താവിന്റെ രഹസ്യപരമാ. ഇവിടെ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സഭയെ പറ്റിയാണ്, മണവാട്ടിയെ പറ്റിയാണ് പറയുന്നത്. ഉയർപ്പിന്റെ ജീവന്റെ ആ വ്യാപാര ശക്തിയാൽ നമ്മൾ ജീവനോടുകൂടിയുള്ള വിശുദ്ധന്മാർ എടുക്കപ്പെടുന്ന കാര്യമാണ്. നമ്മളിൽ വെച്ചിരിക്കുന്ന പുനരുദ്ധാന ശക്തിയുടെ ആ അത്ഭുതമായ വെളിപ്പെട്, ആ രൂപാന്തരം അതവിടെ സംഭവിക്കുകയാണ്. ഈ സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞാനും മരുകുന്നതും പിന്നെ ജാതികളെ ന്യായം വിധിക്കുന്നതും ഒക്കെ എന്നോട് ചേർത്ത് പറഞ്ഞാനും ഇതൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് മുഴുവൻ സഭയെ പറ്റിയാണ്. അത് രഹസ്യപരവ് തന്നെയാണ്. പിന്നെ അതിന്റെ 1:10 ഒന്ന് വായിച്ചേ. തെസ്സലോനിക്കർ 1:10 വാക്യമേ. அவர் மரித்தோரிலிருந்து எழுப்பினவரும் இனிவரும் கோபாக்கினையின் என்று நம்மை நீங்களாக்கி ரட்சிக்கிறவருமாய் இருக்கிற அவருடைய குமாரனாகிய இயேசு பரலோகத்திலிருந்து வருவதை